തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുന്നതിനുള്ള ദൗത്യം തുടരും. ജനവാസ മേഖലയിൽ നിന്ന് ആന സമീപത്തെ തുരുത്തിലേക്ക് നീങ്ങി. ദൗത്യത്തിനായുള്ള കുങ്കി ആനകളെ അതിരപ്പിള്ളിയിലെത്തിച്ചു. ആനയെ ചികിത്സിക്കാനുള്ള കൂടൊരുക്കാനായി യൂക്കാലി മരങ്ങൾ മുറിച്ചു തുടങ്ങി. 40 മരങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് മാർക്ക് ചെയ്തിരുന്നു. പരമാവധി ഇന്നും നാളെയുമായി മരം കോടനാട് എത്തിക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം. ആനയെ മയക്കുവെടിവെച്ച് പിടിച്ച ശേഷം കോടനാട് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് DFO ലക്ഷ്മി പറഞ്ഞു. ആനയെ പിടിച്ച് നമുക്ക് പോകുന്നതിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള കുങ്കികൾ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം മൂന്നാറിൽ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂക്കാലി മരങ്ങൾ ക്രോളിന് വേണ്ടിയിട്ടുള്ളത്. അതൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ലോഡ് അവിടുന്ന് കയറ്റി നമുക്കൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാപ്രിക്കാട് എത്തിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കൂട് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടീം ഒരു ഉച്ച കഴിയുമ്പോൾ എത്തുമെന്നാണ് അറിയിച്ചത്. അവർക്കൊരു ക്രെയിനും ഒരു ബോബ് ക്യാറ്റും നമ്മൾ കാപ്രിക്കാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് 2 മണിയോടുകൂടി. അതോടുകൂടി ഫുള്ളൊന്ന് പരിശോധിച്ച് മാറ്റേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ ഫുൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള നടപടികൾ പൊളിച്ചു കളയാനായിട്ടുള്ള നടപടികളും അവിടുന്ന് അപ്പോഴത്തേക്ക് തടികൾ എത്തുന്നതിന് മുറയ്ക്ക് കൂട് പണിയാനായിട്ട് ആരംഭിക്കും. ഇന്നലത്തെ വീഡിയോയിലും കുറച്ചൊരു ക്ഷീണമുള്ളതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. ജനവാസ മേഖലയിലാണ് ഇറങ്ങിയതെങ്കിലും പക്ഷേ എന്നാലും ആന ഫീഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള അതിൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിന് ചികിത്സ നൽകാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ്. ബുദ്ധിമുട്ട് ആൾക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നമ്മളിപ്പോൾ തിരിച്ച് കാട്ടിലേക്ക് വിടാനുള്ളൊരു ദൗത്യവും കൂടെ ഇപ്പോൾ ചെയ്യും. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, കൂടൊരുങ്ങിയ ശേഷമേ മറ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ? തീർച്ചയായും. കാരണം ഈ ഒരു ദൗത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ കൂട് തന്നെയാണ്. കാരണം ഈ കൂട്ടിൽ നിർത്തിക്കൊണ്ട് ആനയെ ചികിത്സിക്കാനാണ് തീരുമാനിച്ചത്. നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ തവണ ഒരു സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകിക്കൊണ്ട് ചികിത്സയാണ് നടത്തിയത്. അതിനി പ്രായോഗികമല്ല എന്ന് കണ്ടാണ് വനംവകുപ്പ് ആനയെ പിടികൂടി കോടനാടക്ക് എത്തിച്ച് അവിടെ കൂട്ടിൽ പാർപ്പിച്ചുകൊണ്ട് ചികിത്സ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടിന് നിർമ്മാണം പൂർത്തിയാകേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ സംഘം എത്തിയ കൂട് പൊളിച്ചു തുടങ്ങിയാൽ അവരെത്തിയൊന്ന് പരിശോധിച്ചാൽ ഏതൊക്കെ അടികൾ എത്ര അടികൾ മാറ്റണമെന്ന് കൃത്യമായി കണക്ക് ലഭിക്കും. എന്തായാലും കൂട് പൊളിച്ച് വീണ്ടും ഒന്ന് പുതുക്കി പണിയേണ്ടതുണ്ട്. എന്തായാലും ഒരു പുതിയ കൂട് നിർമ്മിക്കാനുള്ള അത്രയും മരങ്ങൾ, യൂക്കാലി മരങ്ങൾ ഈ ദേവികുളത്തൊന്നും കൊണ്ടുവരാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യ ലോഡ് ഇന്ന് ഉച്ചയോടുകൂടി അവിടുന്ന് പുറപ്പെടും. ഏകദേശം വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ആദ്യ ലോഡ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കൂട് വൈകുന്നേരത്തോടു കൂടി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തോടുകൂടി കൂടിന് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ച തന്നെ ദൗത്യം ആരംഭിക്കാം എന്നുള്ളൊരു കൃത്യമായി അതാണ് വനംവകുപ്പ് കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ദൗത്യം ആരംഭിക്കും എന്നൊരു പ്രതീക്ഷയിലേക്ക് വനംവകുപ്പ് എത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമുക്കറിയാം, സ്വാഭാവികമാണ് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഒരു സമയം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വഴുകി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരിക. അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതിന്റെ ആദ്യ സ്റ്റെപ്പായിട്ടാണ് ഈ മരങ്ങൾ മുറിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദൗത്യത്തിന്റെ ആദ്യ ഒരു പടിയായി തന്നെ ഒരു കുങ്കിയാനയെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. വിക്രമിനെയാണ് എത്തിച്ചിരിക്കുന്നത്. ഏറെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആനയാണ് വിക്രം എന്ന് പറഞ്ഞാൽ ആന എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുങ്കിയാനകളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ദൗത്യങ്ങളിൽ പങ്കെടുത്ത, ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുഞ്ചുവിനെയും അതോടൊപ്പം തന്നെ കോന്നി സുരേന്ദ്രൻ, അരിക്കൊമ്പൻ മിഷനിലടക്കം വലിയ പങ്ക് വഹിച്ചിട്ടുള്ള കോന്നി സുരേന്ദ്രനെയുമാണ് ഇവിടെ അതിരപ്പള്ളിയിലേക്ക് എത്തിക്കുന്നത്. ഈ 3 ആനകളാണ് ദൗത്യത്തിൽ പങ്കെടുക്കുക. ഈ 3 ആനകളുടെ സഹായത്തോടു കൂടിയാണ് മയക്കുവെടി വെച്ച ശേഷം ആനയെ ലോറിയിലേക്ക് കയറ്റുന്നതും അതിനുശേഷം കോടനാട് എത്തിച്ച് കൂടിലേക്ക് കയറ്റുന്നതും. ഈ 2 പ്രക്രിയകൾക്കാണ് ഏറ്റവും പ്രധാനമായും കുങ്കിയാനകളെ ആവശ്യമുള്ളത്. ആ ഈ 3 ആനകളെയാണ് വനംവകുപ്പ് നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യ കുങ്കിയാന എത്തി. നാളെ ബാക്കി 2 കുങ്കിയാനകൾ നാളെ രാവിലെയാണ് എത്തുക. അരുൺ സക്രിയും സംഘവും നാളെ എത്തും. അരുൺ സക്രിക്കൊപ്പം 20 അംഗ സംഘം ഉണ്ടാകും. അതോടൊപ്പം തന്നെ 80 വനപാലകരുടെ സംഘം ഇത്തരത്തിൽ ഈ ഒരു ദൗത്യത്തിന് ഈ അരുൺ സക്രിയുടെ സംഘത്തിനൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് DFO അടക്കം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ദൗത്യത്തിന് പൂർണ്ണ സജ്ജമായി വനംവകുപ്പ് മുന്നോട്ട് പോകുന്നു. കൃത്യമായി ആനയെ പിടികൂടി കൊണ്ടുപോവുകയാണ്. മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാൻ തന്നെയാണ് തീരുമാനം. കുങ്കിയാനയെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 കുങ്കിയാനകൾ നാളെ എത്തും. അതുപോലെ തന്നെ അരുൺ സക്രിയ സംഘവും നാളെ എത്തും. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.